വീട് തീപിടിക്കുന്നു. ആ സമയത്ത് ജഡ്ജി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകളാണ് ഫയർഫോഴ്സിനെ വിളിച്ച് പറയുന്നത്. ഫയർഫോഴ്സ് വന്ന് തീയണയ്ക്കുമ്പോഴാണ് പല മുറികളിൽ നിന്നായി 15 കോടിയോളം രൂപ കണ്ടെത്തുന്നത്. അപ്പോൾ 15 കോടി രൂപ കണ്ടെത്തി എന്നുള്ളത് ഫാക്റ്റാണ്. അതിനിപ്പോൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതി അന്വേഷണ ഉത്തരവിടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അലഹാബാദ് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ മദർ കോടതിയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയപ്പോൾ അവിടുത്തെ ബാർ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കിയത് ഇങ്ങോട്ട് ഇതെന്താ ഡസ്റ്റ്ബിൻ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിനെതിരെ എതിർപ്പുണ്ട്, അഭിഭാഷകർക്കിടയിൽ പോലും എതിർപ്പുണ്ട് എന്ന് കാണാം. അപ്പം ഇദ്ദേഹം 2014 അദ്ദേഹം ജഡ്ജിയായിട്ട് എലിവേറ്റ് ചെയ്യപ്പെടുന്നത്. 2014 എലിവേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ചൊരു IB അന്വേഷണമൊക്കെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ഇദ്ദേഹം ജഡ്ജി ആവാൻ പറ്റിയതാണ്. ഇദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനായിരുന്നു. അപ്പോൾ ജഡ്ജി ആകുമ്പോൾ അതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഇദ്ദേഹം ജഡ്ജി ആവുന്നതിന് മുമ്പ് തന്നെ ഒരു അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഷുഗർ ഫാക്ടറിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് സേവനം നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വക്കീലായിരിക്കും തന്നെ ഒരു ഷുഗർ ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നു. ആ ഫാക്ടറി ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ പെടുകയും ആ ഫാക്ടറിക്കെതിരെ ഒരു CBI അന്വേഷണം വരികയും ആ CBI അന്വേഷണം നേരിടുന്ന ഷുഗർ ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ആ കേസ് നിലനിൽക്കുകയാണ് ഇദ്ദേഹത്തെ ജുഡീഷ്യറിയിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ IB സംവിധാനങ്ങൾ എന്താണ് അന്വേഷിച്ചത്? ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു കേസുണ്ട്, ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ പെട്ട ഒരു ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് IB ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ജുഡീഷ്യറിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ആ കേസ് പല ഘട്ടങ്ങളിൽ മാറി മറിഞ്ഞ് പിന്നീട് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യുകയോ മറ്റുമാണ് ചെയ്തത്. CBI അന്വേഷണം സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ ഹൈക്കോടതി ജഡ്ജിയാക്കി എലിവേറ്റ് ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു അഡീഷണൽ ജഡ്ജി മാത്രമായിരുന്നു. എലിവേറ്റ് ചെയ്യുന്നത് 2021 2021 നമുക്കറിയാം SA ബോബ്ഡെയാണ് ചീഫ് ജസ്റ്റിസ്. SA ബോബ്ഡെയുടെ കീഴിലുള്ള കൊളീജിയം എടുത്ത ചില തീരുമാനങ്ങളെക്കുറിച്ച് ഉയർന്ന വിവാദങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമയത്താണ് ഇദ്ദേഹത്തെ എലിവേറ്റ് ചെയ്യുന്നത്. എലിവേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് അത് ഡൽഹി ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വന്നിട്ടുള്ള കേസുകൾ ഹൈ പ്രൊഫൈൽ കേസുകളാണെന്ന് സത്യേന്ദ്ര ജെയിൻ, ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിനിൻ്റെ ജാമ്യാപേക്ഷ മുതൽ നിരവധി കോൺഗ്രസിൻ്റെ IT റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസ് ഉൾപ്പെടെയുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് വന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പവൻ ഖേഡ ചോദിക്കുന്നത്, കോൺഗ്രസ് നേതാവ് പവൻ ഖേഡ ചോദിക്കുന്നത് ആ പണം ആരുടേതാണെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നത്. ആ ചോദ്യം ന്യായമാണ്. കാരണം ഇദ്ദേഹം ഈ 15 കോടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കള്ളപ്പണമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അൺഅക്കൗണ്ടഡ് മണിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പണം അദ്ദേഹത്തിൻ്റെ പക്കൽ എങ്ങനെ വന്നു എന്നറിയാൻ ഈ നാട്ടിലെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ആൾക്ക് അവകാശമുണ്ട്. 1. 2, ജുഡീഷ്യറിയിൽ ഇത്തരം പുഴുക്കുത്തുണ്ട് എന്നുള്ള കാര്യം ആൾക്കറിയാം. ഇതിനു മുമ്പ് ഇതുപോലെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇത് പരിഹരിക്കേണ്ട ബാധ്യത ആത്യന്തികമായിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ചുമലിലാണ്. അദ്ദേഹം അത് വേണ്ട വിധത്തിൽ സുതാര്യമായി നിർവഹിച്ചേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, പൊതുവെ ജുഡീഷ്യറിയെക്കുറിച്ച് ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ മേലുള്ള പിടി, ആ പിടുത്തത്തെക്കുറിച്ചുള്ള ആശങ്കകൾ രാജ്യത്ത് നിലനിൽക്കെ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള വിശ്വാസത്തെ തകർക്കാനേ ഇടയാക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ സ്വിഫ്റ്റായിട്ട് ഒരു നടപടി വേണം. ഇദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയല്ല വേണ്ടത്. ഇതിലൊരു നിയമപരമായ നടപടിക്ക് സുപ്രീം കോടതി ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ജനങ്ങൾക്കിപ്പോൾ ഓൾറെഡി നശിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം, ഈ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള സംശയം അത് ജനാധിപത്യത്തെ തകർക്കുന്നതാണ് എന്ന്, അല്ലെങ്കിൽ ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന് പറയുന്ന ഇവിടുത്തെ സാധാരണക്കാരോ ഒപ്പോസിഷനോ അല്ല. 4 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഇറങ്ങി വന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവരാണ് പറഞ്ഞത്. എങ്കിൽ അന്നുണ്ടായ ആഘാതത്തിൻ്റെ മേൽ മുറിവിന്മേൽ ഉപ്പ് പുരട്ടുന്ന പോലെ ഇപ്പോൾ നാം കേൾക്കുന്ന വാർത്തകൾ, അത് പരിഹരിക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ.